പാലാഴിയിൽ പള്ളി കൊള്ളും പാലാഴിയിൽ പള്ളി കൊള്ളും പത്മനാഭ കൈതോഴുന്നേ. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന ഒരൊറ്റ കാവ്യം കൊണ്ട് മലയാള സാഹിത്യത്തിൽ ശാശ്വതവും സമുന്നതവുമായ സ്ഥാനം നേടിയ കവിയാണ് രാമപുരത്തു വാര്യർ. 1703 1753 അദ്ദേഹം ജീവിച്ചു. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ ഉൾപ്പെട്ട രാമപുരം എന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത്. തിരുവിതാംകൂർ വടക്കുംകൂർ അധീനത്തിലായ ശേഷം മാർത്താണ്ഡവർമ്മ വൈക്കം ക്ഷേത്രത്തിൽ ഭജനത്തിനായി താമസിക്കവേ അദ്ദേഹത്തെ കണ്ട് വാര്യർ ശ്ലോകങ്ങൾ അവതരിപ്പിച്ചു. അതിൽ സംപ്രീതനായ രാജാവ് കുചേലോപാഖ്യാനം വഞ്ചിപ്പാട്ടായി രചിക്കാൻ ആവശ്യപ്പെട്ടു. ഇന്ന് അദ്ദേഹത്തിന്റെ വീടിരുന്ന സ്ഥലത്ത് ഒരു തറ മാത്രമാണ് അവശേഷിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ സ്മാരകമായി പരിപാലിക്കുന്നു. രാമപുരത്ത് വാര്യർ മെമ്മോറിയൽ സ്കൂളിന്റെ മുറ്റത്താണിപ്പോൾ നിൽക്കുന്നത്. ഇന്നത്തെ യാത്ര ഒരു തീർത്ഥാടനമാണ്. കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം ശ്രേഷ്ഠമാണെന്ന് പ്രായമുള്ളവർ പറയുന്നു. നാലമ്പല ദർശനം എന്നാൽ ഒരേ ദിവസം ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക എന്നതാണ്. പാലാ രാമപുരത്താണ് ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നും ഏകദേശം 4 കിലോമീറ്റർ മാറിയാണ് ലക്ഷ്മണ ക്ഷേത്രം കൂടപ്പുലത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാട് താമരമൊട്ട്, സുദർശന ചക്രം, ഗദ എന്നിവയാണ്. അവിടെ നിന്നും ഇറങ്ങി പിന്നീട് ഞങ്ങൾ ഭരതക്ഷേത്രത്തിലേക്കാണ് പോയത്. അമനകര എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഭരതക്ഷേത്രം കൂടപ്പുലത്തു നിന്നും അധികം ദൂരമില്ലാത്തതാണ്. എല്ലായിടത്തും ദിശാസൂചകങ്ങളായി ബോർഡുകൾ ഉണ്ട്. ഇവിടെ മത്സ്യമൂട്ട് ഒരു പ്രധാന വഴിപാടാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന കാണിക്ക ചെറുപഴവും വെളുത്ത ശംഖുമാണ്. ഭരതക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി 4ാമത്തെ ക്ഷേത്രമായ മേദിരിയിലുള്ള ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പിന്നീട് ഞങ്ങൾ പോയത്. ഇവിടുത്തെ പ്രധാന വഴിപാട് സുദർശന ചക്ര സമർപ്പണമാണ്. ഈ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പല ഭിത്തിയിൽ മുഴുവനും രാമായണ കഥ ചിത്രീകരിച്ചിട്ടുണ്ട്. അവിടെ അടുത്തു തന്നെയുള്ള പോർക്കിൽ ഭഗവതി ക്ഷേത്രവും കണ്ടിറങ്ങി വീണ്ടും തിരികെ രാമപുരം ക്ഷേത്രത്തിലെത്തുമ്പോൾ മാത്രമാണ് നാലമ്പല ദർശനം പൂർത്തിയാകുന്നത്. രാമപുരത്ത് ഞങ്ങൾ തിരികെ വരുമ്പോഴേക്കും 12:15 സമയം. ഏകദേശം ആളുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ദേവിക്കുട്ടിക്ക് കുളത്തിലിറങ്ങി കാല് കഴുകാനൊരു മോഹം. അവിടെ വീണ്ടും ഒന്നുകൂടി തൊഴുതു. കുറച്ച് പായസവും പ്രസാദവും ഒക്കെ വാങ്ങി. കഞ്ഞിപ്രസാദ വിതരണം ആരംഭിച്ചിരുന്നു. ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോയി സ്വല്പം കഞ്ഞിയും പായസവും കഴിച്ചു. ഇനി അല്ലറ ചില്ലറ ഷോപ്പിംഗ് ആണ്. അമ്മ പുളിയുടെ വിവിധ വൈവിധ്യങ്ങൾ തേടുകയാണ്.
എല്ലാവരും അവരവരുടെ അവശ്യ സാധനങ്ങൾ വാങ്ങി. നല്ല ഒരു തീർത്ഥാടനം അവസാനിപ്പിച്ച് പിറ്റേന്ന് കാലത്തെ ചിങ്ങമാസത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുമായി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അടുത്ത വ്ലോഗിൽ വളരെ മനോഹരമായ മറ്റൊരു സ്ഥലവുമായി കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.